ഈ വന്ദേമാതരം പലരെയും ചൊടിപ്പിക്കുന്നതാണ്. അതിൻ്റെ 150-ാം വാർഷികമാണ്. ഈ അവസരത്തിൽ എല്ലാ സർവകലാശാലകളിലും വന്ദേമാതരം ഇത് ആഘോഷിക്കണം എന്നാണ് പറയുന്നത്. ഇത് ഒരുപക്ഷെ കേരളത്തിൽ ഇതിൻ്റെ ഓടുള്ള ഒരു അസഹിഷ്ണുത വളരെ കൂടുതലാണെന്നറിയാം. ഇതിൻ്റെ പിന്നിൽ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? ഇതിൻ്റെ പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. അതായത് വിഭജനത്തിൻ്റെ ഒരു ആദ്യ കഥ പറയുന്നത് ഈ വന്ദേമാതരം മൂവ്മെൻറ്റോട് കൂടിയാണ്. അത് ബംഗാളിലാണ് രൂപപ്പെട്ടത്. 1905 ബ്രിട്ടീഷുകാർ, പ്രത്യേകിച്ച് കഴ്സൺ പ്രഭു, ഇന്ത്യയിൽ വളർന്നു വരുന്ന ഒരു സ്വാതന്ത്ര്യ സമര മോഹത്തിനെ തടസ്സപ്പെടുത്താനായിട്ട് ഒരു ബംഗാൾ എന്ന് പറഞ്ഞ ഒരു വലിയ സ്റ്റേറ്റിനെ അല്ലെങ്കിൽ അവരുടെ പ്രൊവിൻസിനെ രണ്ടായിട്ട് വിഭജിക്കാൻ തീരുമാനിച്ചു. അത് ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ പടിഞ്ഞാറൻ, അതായത് വെസ്റ്റ് ബംഗാളും, കിഴക്കൻ ഭൂരിപക്ഷമുള്ള മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്തെ ഈസ്റ്റ് ബംഗാളുമായിട്ട് രണ്ടായി പിളർക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് നിരന്തരം ഈ ഹിന്ദു മുസ്ലിം ഡിവിഷൻ ഉണ്ടാക്കാനായിട്ട് പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞത് ആ ഒരു തുടക്കം മുതലാണ്. ഇന്ത്യ വിഭജനത്തിൻ്റെ കഥ ആദ്യം തുടങ്ങുന്നത് 1905 ഈ ബംഗാൾ വിഭജനത്തോടു കൂടിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കുന്നതിന് ബ്രിട്ടീഷുകാർ കഴ്സൺ പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ ചെയ്ത ഒരു തന്ത്രമാണ്. ഈ തന്ത്രം നടപ്പാക്കാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ ആരംഭിച്ചത് മുതൽ സ്വദേശി മൂവ്മെൻറ്റ് ആരംഭിക്കുകയും ആ സ്വദേശി മൂവ്മെൻ്റെ ഭാഗമായിട്ട് മാതരം മൂവ്മെൻറ്റും കൂടെ ആരംഭിച്ചു. ആ മാതരം എന്ന ഗാനം പാടിക്കൊണ്ട് വിഭജനത്തിനെതിരായി ഈ രാജ്യം മുഴുവൻ ഒന്നാണെന്നും ഇത് ഭാരതത്തിൻ്റെ മണ്ണാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ കാവ്യം വലിയ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് വരികയും 1905 മുതൽ 1908 വരെ, അതായത് ഗാന്ധിജി വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട പേരാണ്. അത് പഴയ കഥ. BJP ഇപ്പോൾ ഇത് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നതിന് മുന്നിൽ വേറൊരു ലക്ഷ്യമുണ്ട്. ബംഗാൾ ഇപ്പോഴും വിഭജിക്കുന്ന രീതിയിലാണ് മമത അടക്കമുള്ളവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രധാന ഒരു കാര്യം. ഇപ്പോഴും അന്ന് ബ്രിട്ടീഷുകാർ വിഭജിച്ചു, ഇന്ന് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ബംഗാൾ വീണ്ടും വിഭജിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കഥ പറയാനുള്ള ഒരു അവസരവും കൂടെ ഇത് BJPക്ക് നൽകും. അതുകൊണ്ടാണ് പാർലമെൻറ്റിൽ ഇത് ചർച്ച ചെയ്യണം, SIRന് മുമ്പ് തന്നെ ഇത് ചർച്ച ചെയ്യണമെന്ന് BJP അത്ര വാശി പിടിച്ചിരിക്കുന്നത്. മിക്കവാറും തിങ്കളാഴ്ച അപ്പോൾ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഇത് പറ്റില്ല, നമുക്കിത് പിന്നീട് ചർച്ച ചെയ്യാം, SIR ആണ് ആദ്യം ചർച്ച ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വന്നെങ്കിലും പ്രധാനമന്ത്രി വിദേശത്തേക്ക് പോവുകയാണ്, അതുകൊണ്ട് ഇത് മുമ്പേ ചർച്ച ചെയ്യണമെന്ന് തിങ്കളാഴ്ച ഇത് ചർച്ചയ്ക്കെടുക്കാൻ ഏതാണ്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയം വരുമ്പോൾ കോൺഗ്രസിനും അതിനേക്കാൾ ഉപരി തൃണമൂൽ കോൺഗ്രസിനും ഒരുപാട് കാര്യങ്ങളിൽ ബബ്ബ അടിക്കേണ്ടി വരും, ഉത്തരം പറയാൻ കഴിയാതെ വരും എന്നുള്ളതാണ് സത്യം. ഇത് പ്രക്ഷുബ്ധമായ ചില സീനുകൾ വരുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ, ഈ തിങ്കളാഴ്ച നടക്കുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിലും ഉണ്ടായേക്കാം. കാരണം ഇപ്പോൾ തന്നെ മമത ബ്രിട്ടീഷുകാർ ചെയ്തതിനേക്കാൾ മോശമായ രീതിയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ, മറ്റേത് സ്വതന്ത്ര ഇന്ത്യയല്ല ബ്രിട്ടീഷ് ഇന്ത്യയായിരുന്നു, സ്വതന്ത്ര ഇന്ത്യയിൽ 150 വർഷം കഴിഞ്ഞിട്ടും ബംഗാളിനെ വീണ്ടും വിഭജിക്കുന്ന വിധത്തിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി, വോട്ടിന് വേണ്ടി SIR ഉൾപ്പെടെയുള്ളവ പറഞ്ഞുകൊണ്ട് കളിക്കുന്നു എന്ന് പറയാൻ BJPക്ക് നല്ലൊരു അവസരമാകും. ഇത് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമായി മാറും. ഇത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷം മുഴുവൻ ഇന്ത്യ വിഭജനത്തിൻ്റെ കഥ, ഇപ്പോഴും വിഭജനത്തിന് വേണ്ടി ഇവിടെ നിൽക്കുന്നവരുടെ കഥ, ഇന്ത്യയിൽ മുസ്ലിം ഹിന്ദു വിരോധം വളർത്തിക്കൊണ്ട് വീണ്ടും ഇതിനെ പിളർക്കാൻ ശ്രമിക്കുന്നവരുടെ കഥ ഒക്കെ പറഞ്ഞു വരാനായിട്ട് BJPക്ക് വലിയൊരു അവസരമായിരിക്കും ലഭിക്കുക. പക്ഷേ ഇതൊരു തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇത് ബംഗാളിൽ ഈ 2 മാസത്തിനകം ഇനി വരാനിരിക്കുന്ന, തുടക്കം കുറിക്കാനിരിക്കുന്ന ഇലക്ഷൻ, ഏപ്രിലിന് മുമ്പായിട്ട് നടക്കുന്ന ഇലക്ഷന് വളരെയധികം സ്വാധീനിക്കാൻ ഇതിന് കഴിയും. കാരണം ബംഗാൾ വിഭജനം അന്ന് നടന്നപ്പോൾ തന്നെ ബംഗാളികൾ, ഇപ്പം മമത പറയുന്നതാണ്, ഞങ്ങളുടെ ഭാഷ സംസാരിക്കുന്നവരാണ് ഇന്ന് ബംഗ്ലാദേശിൽ ഉള്ളത്, എൻ്റെ ഭാഷ സംസാരിക്കുക, അതുകൊണ്ടാണ് എനിക്ക് അവരോട് സ്നേഹം, ബംഗ്ലാദേശ് എൻ്റെ രാജ്യം പോലെയാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് അവരോട് സ്നേഹമാണെന്ന് പറയുന്ന മമതയെ പൂട്ടാനുള്ള ഒരു ആയുധം കൂടെയാണ് ഈ
വന്ദേ മാതരം മൂവ്മെൻറ്റ് വീണ്ടും ഇപ്പോൾ 150-ാം വാർഷികം ആഘോഷിക്കാൻ പോകുന്നത്. 1875 ബങ്കിം ചന്ദ്ര ചാറ്റർജി പിന്നെ വന്ദേ മാതരം രചിച്ചത്. അന്ന് മുതലേ ഇത് വലിയ പ്രിയമായിരുന്നെങ്കിലും ഈ വിഭജനത്തോടുകൂടി ഇതൊരു മൂവ്മെൻ്റായിട്ട് ഒരു ഗാനം ഒരു മൂവ്മെൻ്റായിട്ട് വരിക, മാർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടായിട്ടത് മാറുകയാണ് ഇത്. വലിയ ഡിബേറ്റുകളാണ്. ജനഗണമനയാണോ വന്ദേമാതരമാണോ ഇന്ത്യയുടെ ദേശീയഗാനമാക്കേണ്ടതെന്നൊക്കെയുള്ള ചർച്ചകൾ ഒരുപാട് നടക്കുകയും ഒക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ എന്തുകൊണ്ട് വന്ദേമാതരം തടയപ്പെട്ടു, എന്തുകൊണ്ട് ജനഗണമന വന്നു എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പല കഥകളും ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് പുറത്തു വരും എന്നുള്ളതാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. പക്ഷേ ഇതിനെ നേരിടാനായിട്ട് ഒരു ഇന്ത്യ മുന്നണി കൂട്ടുകെട്ട് ഒരുപക്ഷെ അവർ ശക്തമാക്കും. ഇന്ത്യ മുന്നണി ഇപ്പം തന്നെ ശിഥിലമായി കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് ഇനി ശക്തിക്കുള്ള ഇതില്ല. ഇപ്പോൾ ഇത് മമതയെ ബീറ്റ് ചെയ്യാനുള്ള നല്ലൊരു ആയുധമായിട്ട് ബംഗാൾ വിഭജനം വീണ്ടും നടത്തുന്ന മമതയ്ക്ക് ഒരു അടി കൊടുക്കാൻ 150 വർഷം കഴിഞ്ഞിട്ടും ബ്രിട്ടീഷുകാരൻ്റെ അതേ കണ്ണോടുകൂടി അതേ ദുഷ്ടലാക്കോടുകൂടി ഇന്ത്യയെ വിഭജിക്കാൻ മമതാ ബാനർജി തയ്യാറാകുന്നു എന്ന് ശക്തമായിട്ട് പറയാൻ BJPക്ക് ഒരവസരം ഇത് നൽകും. അപ്പോൾ മമത ഒറ്റയ്ക്ക് തന്നെ ഇതിനെ നേരിടേണ്ടി വരുമെന്നുള്ള അർത്ഥം. മമത ഒറ്റയ്ക്കായിരിക്കില്ല, മിക്കവാറും കോൺഗ്രസ് ഇതിന് സപ്പോർട്ട് ചെയ്യും. കാരണം കോൺഗ്രസിൻ്റെയും കൂടെ കഥ കഴിക്കുന്ന ഒരു സാധനമാണല്ലോ ഇത്. അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിന്നില്ലെങ്കിൽ, അത് ആ മൂവ്മെൻറ്റ് ഞങ്ങളാണ് നടത്തിയതെന്നൊക്കെ പറയാൻ കോൺഗ്രസിന് മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ക്രെഡിറ്റും കൂടെ BJP എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് മമതയ്ക്കൊപ്പം കോൺഗ്രസും മറ്റ് കക്ഷികളും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളും അണിനിരക്കേണ്ടി വരും. പക്ഷേ BJP ഇത് ശക്തമാക്കിയാൽ അതെ വന്ദേമാതരത്തിൻ്റെ കാര്യത്തിൽ അത് ഇവർക്ക് തിരിച്ചടി ഉണ്ടാക്കുമോ? തീർച്ചയായും. കാരണം ഈ വന്ദേമാതരം സ്ലോഗൻ ബംഗാളികൾക്കൊരു ആവേശമാണ്. ആ ഒരു കഥ വീണ്ടും ആവർത്തിക്കുമ്പോൾ ഇലക്ഷന് പോലും വന്ദേമാതരം പാടിക്കൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ അവരെ ആവേശം കൊള്ളിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഈ വിഭജനത്തിൻ്റെ കഥ അത് ബംഗാളികൾക്ക് എന്നും ദുഃഖം നൽകിയിട്ടുള്ളൊരു കാര്യമാണ്. ബംഗാൾ വിഭജനം കാരണം ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കിയത് അവിടുത്തെ കാലത്തെ ബുദ്ധിജീവികൾ, ബംഗാളിലെ ബുദ്ധിജീവികൾ, ബംഗാളിലെ ഈ എക്സ്ട്രീമിസ്റ്റുകൾ, തീവ്ര മനോഭാവം ഉണ്ടായിരുന്നവർ, സുഭാഷ് ചന്ദ്രബോസിനെ പോലെയൊക്കെയുള്ള അവർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഒരു പ്രചോദനം നൽകിയ ഒരു സംഗീതമാണത്. അത് തീർച്ചയായിട്ടും ബംഗാളിനെ ആവേശം കൊള്ളിക്കുന്നതാണ്. ബംഗാളിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഇത്തരം ഛിദ്രശക്തികൾ വളർന്നു വരുന്നുണ്ട് എന്ന് ബംഗാൾ ജനതയെ അറിയിക്കാൻ 150 വർഷം മുമ്പ് ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതരം ഇപ്പോൾ ഗുണകരമായി BJPക്ക് ഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ എനിക്കത് ഇത് BJPയുടെ ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കം കൂടായിരിക്കും. തീർച്ചയായിട്ടും BJP ഏത് കാര്യങ്ങൾ ആഘോഷിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ടല്ലോ. നമുക്കറിയാം ഏക്താ ദിൻ എങ്ങനെയാണ് ആചരിച്ചത്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150-ാം വാർഷികം ഇപ്പോൾ നമ്മൾ ആഘോഷിച്ചില്ലേ, ആ ജന്മദിനത്തിൻ്റെ ആഘോഷിച്ചതുപോലെ ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിട്ട് വരികയാണ്. ഈ ഇതിലൂടെ അവരുദ്ദേശിക്കുന്നത് ബംഗാളിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം ആരൊക്കെയാണോ വിഭജനം, ഇപ്പോൾ കാശ്മീരിൽ വിഭജനത്തിന് വേണ്ടി നിൽക്കുന്നവരാര്, അതുപോലെ തന്നെ പഞ്ചാബിൽ വിഭജനത്തിന് വേണ്ടി നിൽക്കുന്നവര് എന്ന് തുടങ്ങി കേരളത്തിൽ വരെ വിഭജനത്തിൻ്റെ അലയൊളികൾ ഉണ്ടാക്കുന്നത് ആരൊക്കെ, അവർക്കൊക്കെ ഉള്ള ഒരു മറുപടിയായിരിക്കും ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരവും അതിൻ്റെ 150-ാം വാർഷിക ആഘോഷവും. എല്ലാ സർവകലാശാലകളിലും 150-ാം വാർഷികം ആഘോഷിക്കണമെന്ന് നമ്മുടെ ഗവർണർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കഥകൾ മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ്. ഇന്ത്യയെ വിഭജിച്ചതിനെതിരെ ഒരു ഗാനം എത്രത്തോളം പ്രാധാന്യമായിരുന്നു, അതിൻ്റെ പേരിലൊരു മൂവ്മെൻറ്റ്, ഒരു വന്ദേമാതരം മൂവ്മെൻറ്റ് തന്നെ നടന്നത് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്നും അതിൻ്റെ പ്രസക്തി ഉണ്ട് ഇന്ത്യയിൽ. ഇന്നും വിഭജനത്തിൻ്റെ വിത്തുകൾ പാകുന്നവർക്ക് ഒരു മറുപടി പറയാൻ കഴിയുന്ന ഒരു കാവ്യമാണ് വന്ദേ മാതരം എന്നുള്ളത് കൂടി തെളിയിക്കാനും ഇതിൽ ഒളിഞ്ഞിരുന്ന് ഇന്ത്യയെ ഒറ്റിക്കൊടുക്കുന്നവർക്ക് ആരൊക്കെയാണെന്നുള്ളത് BJPക്ക് പുറത്തു കൊണ്ടുവരാനും ഒക്കെ കഴിയുന്നൊരു അവസരം കൂടിയാണ്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പാർലമെൻറ്റിൽ തന്നെ അതിൻ്റെ ചർച്ച, പ്രധാനമന്ത്രിയാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. ഈ സ്പീച്ചിന് തുടക്കം കുറിക്കുന്ന പ്രധാനമന്ത്രിയാണ് തിങ്കളാഴ്ച. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ വലിയ ലക്ഷ്യമുണ്ട്. വംഗദേശത്തിൻ്റെ ഇലക്ഷൻ മാത്രമല്ല, അത് ഇന്ത്യയുടെ മൊത്തം ഒരു യൂണിറ്റി സ്ലോഗനായിട്ട് വരുന്നതിന് കൂടി പ്രാധാന്യം നൽകുന്ന, ഒരുപക്ഷെ എല്ലാ സ്ഥലങ്ങളിലും ഇനി വന്ദേ മാതരം
പാടുന്ന ഒരു സാഹചര്യം കൂടെയൊക്കെ ഉണ്ടാക്കുന്ന വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മുഹൂർത്തമാക്കി മാറ്റാനാണ് BJP ഇത് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.